ഹലോ. രാവിലെ ഉറക്കമെണീച്ച് ജനലിൻ്റെ കർട്ടനൊക്കെ നീക്കുമ്പോൾ ഇങ്ങനൊരു കിടുക്കാച്ചി വ്യൂ കിട്ടിയാൽ ആർക്കാ സന്തോഷമാവാത്തെ? അങ്ങനെ ഒരു സൂപ്പർ വ്യൂ ആണ് നമുക്ക് ഇൻവേർനസിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു കപ്പിൽ ചായയൊക്കെ ആയിട്ട് ആ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം അഞ്ചുവാണ് കൂട്ടത്തിൽ കുറച്ച് കൂടുതൽ പ്രകൃതി സ്നേഹി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇന്നലെ എല്ലാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല ലേറ്റായിട്ടാണ് കിടന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓൾമോസ്റ്റ് താമസിച്ച് തന്നെ ആയിരിക്കും എഴുന്നേറ്റിട്ടുണ്ടാവുക. താഴെ ചെന്നാലേ അറിയത്തുള്ളൂ ആരൊക്കെ എണീറ്റില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഞാൻ എന്തായാലും കുറച്ച് കൂടുതൽ സമയം ഉറങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഗ്രീൻ സ്പേസാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ബാർബിക്യൂ സെറ്റ് ചെയ്ത ആ ബാക്ക് ഗാർഡൻ. അപ്പോൾ നമുക്ക് താഴോട്ട് പോയി നോക്കാം. താഴോട്ട് ചെന്നപ്പോൾ തന്നെ ഡൈനിങ് ഏരിയയിലും കിച്ചണിലും ഒക്കെ എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുള്ള തിരക്കിലൊക്കെയാണ്. നമുക്കിനി എല്ലാ സ്ഥലമൊക്കെ കാണാൻ പോകണമല്ലോ. ലൂക്കാപ്പി അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നീ എന്താ രാവിലെ തന്നെ ഈ ഫോണും പിടിച്ച് എന്നുള്ളൊരു രീതിയിലാണെന്ന് തോന്നുന്നു എന്നെ നോക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു റൂമിലായിക്കോട്ടെ അല്ലെങ്കിൽ ലിവിങ് ഏരിയ, കിച്ചൺ, എവിടെ നിന്നാണെങ്കിലും ഒന്നുകിൽ നമുക്ക് ഈ ലേക്കിലൊക്കെ ഉള്ളൊരു ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ആ ബാക്ക് ഗാർഡനിലോട്ടുള്ളൊരു വ്യൂ ഉണ്ടായിരിക്കും. അത് ഭയങ്കര അടിപൊളിയാണ്. അത് നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും. നമുക്ക് എങ്ങോട്ടും ഒക്കെ ഒരു പച്ചപ്പ് ഫീൽ അങ്ങനെ തോന്നും. അത്രയ്ക്ക് സൂപ്പറാണ്. അപ്പോൾ നമ്മളെല്ലാവരും പോകാൻ റെഡി ആവുകയാണ്. എനിക്ക് കണ്ണ് എഴുതണം എന്നൊക്കെ തോന്നുമ്പോൾ ശ്രീ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ശ്രീയെ കൊണ്ടാണ് എപ്പോഴും കണ്ണ് എഴുതിക്കാറ്. ഭയങ്കര ഭംഗിയായിട്ട് ശ്രീ എഴുതരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എഴുതാറിയില്ലാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ശ്രീ നന്നായിട്ട് എഴുതിത്തരും. ശ്രീ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മേക്കപ്പ് റിലേറ്റഡ് എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ശ്രീനെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ്. എല്ലാവരും സിംഗിളായിട്ടും കപ്പിളായിട്ടും ഒക്കെ ഫോട്ടോ എടുക്കേണ്ട. ഫോട്ടോ എടുത്തവർ ഇങ്ങോട്ട് മാറി നിൽക്കുന്നു, ബാക്കിയുള്ളവർ എടുക്കുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിയിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ 2 വണ്ടിയിലാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര ഭയങ്കര സ്മൂത്തായിരുന്നു. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്തണമെങ്കിൽ നിർത്താം. അങ്ങനെ ഒരു കൺവീനിയൻ്റ് ആയിരുന്നു ഭയങ്കര. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നമ്മുടെ അടുത്തെന്നല്ല, നമ്മളിനി ഇവിടുന്ന് ഇന്നത്തെ ദിവസത്തെ യാത്ര തുടങ്ങുകയാണ്. അതിപ്പം ഇവരെല്ലാം എങ്ങോട്ടാണോ നമ്മളെ കൊണ്ടുപോകുന്നത് അങ്ങോട്ട് ഞങ്ങൾ പോകാത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഏരിയാസ് ഒന്നും അറിയില്ല. നമ്മളെന്തായാലും എൻജോയ് ചെയ്യുന്നു, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എല്ലാവരും സ്കോട്ട്ലൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും ഒക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താ പറയുക, ഞാൻ ഇത്രയും അധികം ഭംഗി പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ ടൈമിൽ നമുക്ക് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇതെന്ന് തന്നെ ഞാൻ പറയും. നല്ലൊരു ക്ലൈമറ്റാണ്, നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി.